നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ അത് റെസിഡൻഷ്യലായാലും കൊമേഴ്ഷ്യലായാലും ഏതായാലും ഈ പരമപ്രധാനമായ ഒരു ഏരിയയാണ് സിവിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയയിൽ സ്ലാബ് കോൺക്രീറ്റ്. കാരണം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റില്ല, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ക്ലൈമറ്റ് ഇഷ്യൂസ്, അത് ചെയ്യുന്ന സമയം, ഇതിനെയൊക്കെ പറ്റിയൊക്കെ ക്ലയൻസിന് പലപ്പോഴും പല കൺസേൺസും ഉണ്ടാകാറുണ്ട്. അത് ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം രാത്രിയിൽ പ്രത്യേകിച്ച് റെഡിമിക്സ് പോലുള്ള കോൺക്രീറ്റ് രാത്രി ചെയ്യാൻ പറ്റുമോ, കോൺക്രീറ്റ് വൈകിപ്പോയി, ഒത്തിരി ലേറ്റായി, അതിനകത്ത് ശ്രദ്ധ നടക്കുമോ, ഇങ്ങനെ ഉള്ള ഒരു കൺസേൺസ് ഉണ്ട്. കോൺക്രീറ്റ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് റെഡിമിക്സ് ആണെങ്കിൽ അൾട്രാടെക് പോലുള്ള സിമെൻറ്റ്, ഹൈ ഹീറ്റിലുള്ള ഫാസ്റ്റ് സെറ്റിങ്ങിലുള്ള സിമെൻറ്റുകൾ ഉപയോഗിച്ച്, അത് മേഗ്രേഡ് സിമെൻറ്റ്സ് നമ്മൾ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഡേ ലൈറ്റിനേക്കാളും നല്ലത് സൺസെറ്റിന് ശേഷം നൈറ്റ് ടൈമോ ഈവനിങ്ങിലോ നമുക്ക് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് മാത്രമല്ല, റെഡിമിക്സ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 24 hours 3 ഷിഫ്റ്റായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് 24 hours ഈ സപ്ലൈയും കോൺക്രീറ്റും യൂഷ്വലി നടക്കുന്നുണ്ട്. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് ഒരിക്കലും ടെക്നിക്കലി ഒരു അബദ്ധമോ ഒരു മിസ്റ്റേക്കോ ഒന്നുമല്ല. കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് ആളുകൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിനെപ്പറ്റി അടുത്തൊരു ചോദ്യം. ഇത് പകലായാലും രാത്രിയായാലും നമ്മൾ കോൺക്രീറ്റിന് ഒരു മെത്തഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റും ഒരു ചെക്ക് ലിസ്റ്റും ഉണ്ട്. അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം അതിൻ്റെ ലെവൽസ്, അതുപോലെ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ്, എക്സ്ട്രാ ബാർസ്, കവർ ബ്ലോക്ക്, അങ്ങനെ പല കാര്യങ്ങളും പ്രീ കോൺക്രീറ്റിലും ഡ്യൂറിങ് ദ കോൺക്രീറ്റിലും പോസ്റ്റ് കോൺക്രീറ്റിലും നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട കാര്യങ്ങളുണ്ട്. അതിന് ലൈറ്റ് സപ്പോർട്ടും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായി കൊടുത്ത് ആ ലെവൽസ് എല്ലാം മേക്ക് ഷുവർ ചെയ്താണ് നമ്മൾ സാധാരണഗതിയിൽ കോൺക്രീറ്റ് ചെയ്ത് പോകുന്നത്. പിന്നീട് മഴ വന്നാലത്തെ കാര്യത്തെ പറ്റിയാണ് ചോദിക്കുക. മഴ രാത്രിയിലായാലും പകലായാലും മഴ വന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ ടാർപ്പ പോലുള്ള കാര്യങ്ങൾ പടുത എടുത്ത് നമ്മൾ മഴയുടെ സമയത്ത് ഒരു സോർട്ട് ഓഫ് ടൈം ഹോൾഡ് ചെയ്തിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയാണ് വന്നു പോകുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നമുക്ക് കോൺക്രീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല മഴയാണ് എന്ന് പറഞ്ഞ്. അതുപോലെ സമയത്തിൻ്റെ കാര്യത്തിലും പകലായാലും രാത്രിയായാലും 24 hours ഏത് സമയത്താണോ നമുക്ക് റെഡിമിക്സിൻ്റെ സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയത്ത് നമുക്കത് ചെയ്തു പോകാവുന്നതാണ്. ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ സ്ലാബ് അല്ലെങ്കിൽ അതിൻ്റെ ഓവറോൾ വെയിറ്റ് ലോഡ് ചെയ്യുന്നത് 2 വിധത്തിലാണ്. അതിന് ഫ്രെയിം സ്ട്രക്ചേഴ്സും ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സും ഉണ്ട്. ഫ്രെയിം സ്ട്രക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം അതുമായിട്ട് കണക്ട് ചെയ്ത് ബീംസിനോട് അസോസിയേറ്റ് ചെയ്ത് സ്ലാബിൻ്റെ ലോഡ് ബീംസിലേക്കും, ബീമിൽ നിന്ന് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കോളംസിലേക്കും, കോളത്തിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പ്ലിന്ത് ബീമിലേക്കും, പ്ലിന്ത് ബീമിൽ നിന്ന് ഫൗണ്ടേഷനിലേക്കും, പിന്നെ ഫൗണ്ടേഷനിൽ നിന്ന് നാച്ചുറൽ എർത്തിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടലാണ് യൂഷ്വലി ഇത് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പം അതിനെ ഫ്രെയിം സ്ട്രക്ചേഴ്സ് എന്ന് പറയും. മറ്റൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ ഫൗണ്ടേഷൻ, റബിളാണെങ്കിൽ റബിള്, കോളം ഫൗണ്ടേഷൻ ആണെങ്കിൽ കോളം ഫൗണ്ടേഷൻ ചെയ്തതിന് ശേഷം മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ കോളംസ് ഒഴിവാക്കി, പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ പോലുള്ള പ്രോജക്റ്റുകളിൽ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ബ്രിക്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ബ്രിക്ക് വാളുകൾ, ബ്രിക്ക് ഇറ്റ് സെൽഫ്, നമ്മുടെ സിമെൻറ്റ് സോളിഡ് ബ്രിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ WC എയറേറ്റഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്രിക്സ്, അതിൻ്റെ HD ക്വാളിറ്റി 8 ഇഞ്ച് വീതി വരുന്നത് പ്രത്യേകിച്ച് നമുക്ക് ലോഡ് ബെയറിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ലാറ്ററൈറ്റ് ബ്രിക്സ്, ചുടുകട്ട, റെഡ് ബ്രിക്ക്, ബാൻഡ് ബ്രിക്ക്, ഈ വക ബ്രിക്കുകളെല്ലാം ലോഡ് ബെയറിങ്ങിന് ആയിട്ട് സ്ട്രക്ചറിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ബ്രിക്സ് ആണ്. നമ്മൾ ബ്രിക്സ് കൊടുക്കുമ്പോൾ 2 നില വരെയൊക്കെ 2 സ്റ്റോറിയിലേക്ക് മുകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് കോളംസ് കൊടുത്തു പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലാത്തതെല്ലാം ബ്രിക്സിൽ തന്നെ കോളംസ് പ്രൊവൈഡ് ചെയ്യാതെ ലോഡ് ബെയറിംഗ് ആയിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്തു പോകാം.